ആലപ്പുഴ ബൈപ്പാസ് മേൽപ്പാതയുടെ 4 ഗർഡറുകൾ തകർന്നു വീണു. ബീച്ചിൽ നിർമ്മാണം നടക്കുന്നതിനിടെയാണ് അപകടം ഉണ്ടായത്. ആളപായം ഇല്ല എന്നാണ് പ്രാഥമികമായ നിഗമനം. വിവരങ്ങളുമായി അവിടെ നിന്നും ദേവൻ MP ചേരുന്നു. ദേവൻ, എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? എപ്പോഴായിരുന്നു ഈ ഗർഡറുകൾ തകർന്നു വീണത് അവിടെ? ലക്ഷ്മി, ഏകദേശം 1 മണിക്കൂർ മുൻപ് മാത്രമാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്. നിർമ്മാണത്തിലിരിക്കുന്ന ഉയരപ്പാതയുടെ ഗർഡറുകളാണ് തകർന്നു വീണിരിക്കുന്നത്. ഇതിന്റെ ഒരു കാരണം ഇതിന്റെ കരാറുകാരോ അല്ലെങ്കിൽ നിർമ്മാണ മേഖലയുമായി ബന്ധം നിൽക്കുന്ന ആളുകളോ ഇതിന്റെ ഒരു വ്യക്തമായിട്ടുള്ളൊരു കാരണം പറയുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. ഈ ദേശീയപാതയുടെ നിർമ്മാണം കൃത്യമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഈ ആലപ്പുഴ ബീച്ചിന് സമീപത്താണ് ഈ മേൽപ്പാത വരുന്നത്. അവിടെയാണ് ഈ ഗർഡറുകൾ സ്ഥാപിച്ചിരുന്നത്. ഈ ഗർഡറുകളുടെ നിർമ്മാണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ദേശീയപാത പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 4 ഗർഡറുകളാണ് ഈ ബീച്ചിന് സമീപത്തായി, ബീച്ചിന്റെ പാർക്കിന് സമീപത്തായി വരുന്ന 4 ഗർഡറുകളാണ് ഈ പെട്ടെന്ന് തകർന്നു വീണത്. ഇതിന്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു കാരണം ഇതുവരെയും വ്യക്തമായിട്ടില്ല. ഇതിന്റെ താഴെ തന്നെയാണ് ഇതിന്റെ നിർമ്മാണ തൊഴിലാളികൾ അടക്കം ഈ താമസിക്കുന്ന അവരുടെ എല്ലാം വീടുകൾ തന്നെ ഇതിന്റെ താഴെ തന്നെയാണ് ഉള്ളത്. ഏതായാലും ഈ പൊളിഞ്ഞു വീഴുന്ന സമയത്ത് ഇതിന്റെ താഴ്ഭാഗത്ത് ആരും ഉണ്ടായിരുന്നില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഈ പ്രദേശത്തെ ഈ നാട്ടുകാരെല്ലാവരും തന്നെ ഈ സ്ഥലത്ത് ഇപ്പോൾ തടിച്ചു കൂടിയിട്ടുണ്ട്. യാതൊരു സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കാതെയുള്ള ഈ നിർമ്മാണ പ്രവർത്തനത്തിൽ ഇവർ അവരുടെ ഒരു രോഷം പ്രകടിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ എത്തിയിട്ടുണ്ട്. തൊഴിലാളികളിൽ നിന്ന് മനസ്സിലാകുന്നത് ഇപ്പോൾ 3 തൊഴിലാളികളുണ്ട്. അവരവിടെ മാറി നിൽക്കുകയാണ്. അപ്പം പിന്നെ അവർ പറയുന്നത് മറ്റാരും തന്നെ ഇല്ലെന്നുള്ളതാണ്. ഉയർത്തി മാറ്റത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. ആളുകൾക്ക് ഒരു ടെൻഷൻ ഉണ്ടാകുന്ന കാര്യമാണ് ഈ ഒരു സംഭവം. എങ്ങനെയാണ് സംഭവിച്ചതെന്നല്ലോ? ഇല്ല, അതിനെപ്പറ്റിയൊന്നും വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല. എന്തെങ്കിലും മെക്കാനിക്കലായിട്ടുള്ള എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് കൊണ്ടാകാം. അതിനെപ്പറ്റി നമ്മൾ ആധികാരികമായിട്ട് സംസാരിക്കുന്നത് ശരിയല്ല. ഇപ്പോൾ ഫയർഫോഴ്സിന്റെ ഒപ്പം തന്നെ പോലീസിന്റെ എല്ലാം ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഈ അപകടം എങ്ങനെ സംഭവിച്ചു നടക്കുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. എങ്കിൽ കൂടിയും ആളുകളെല്ലാം തന്നെ ആ ഒരു വലിയ രോഷത്തിൽ തന്നെയാണ്. അവർ ഇത്തരത്തിലൊരു പ്രതിഷേധം പറയുന്നുണ്ട്. യാതൊരു സുരക്ഷയും ഇത്തരത്തിൽ ഒരുക്കുന്നില്ല. ഈ അപകടം നടക്കുന്ന സമയത്തോടെ ഉണ്ടായിരുന്നില്ല. ഇവിടെ ഉണ്ടായിരുന്നില്ല. അപകടം അറിഞ്ഞിട്ട് നേരിട്ട് മുന്നിട്ട് വന്നിട്ടുള്ളതാണ്. ഒരു സംശയമില്ല. കാരണം ഇവിടെ യാതൊരുവിധ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കപ്പെടാതാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. പ്രിയപ്പെട്ട വാർഡ് കൗൺസിലർ അടക്കമുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഇന്ന് ഇതിന്റെ താഴെ മനുഷ്യന്മാരുണ്ടാകുന്ന പോലെ അങ്ങ് സംശയിക്കേണ്ടിയിരിക്കുന്നത്. കാരണം ഇതിനിടയ്ക്ക് പലതവണയും ഇതുപോലുള്ള അപകടങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുമ്പോൾ രാത്രിയുടെ മറവിൽ വന്നിട്ട് സിമന്റ് തേച്ചിട്ട് പോകുന്ന സാഹചര്യമാണുള്ളത്. ഇവിടെ വ്യക്തമായിട്ടുള്ള സുരക്ഷാ ഓഡിറ്റിംഗിന് വിധേയമാക്കണം. ഇതിന്റെ ക്വാളിറ്റിയുടെ എന്താ പറയുക ഓഡിറ്റിംഗിന് വിധേയമാക്കണം. ഒരു ഓഡിറ്റിംഗിനും വിധേയമാക്കാതെ തോന്നുന്ന പോലെയാണ് പണി ചെയ്യുക. ഈ നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഇപ്പോഴത്തെ അസ്ഥിവാരം കാണുമ്പോൾ ഞങ്ങൾക്ക് ആശങ്കയുണ്ട്, പേടിയുണ്ട്. കാരണം ഞങ്ങൾ തീരദേശത്ത് താമസിക്കുന്ന സാധാരണ മനുഷ്യന്മാരാണ്. ആ മനുഷ്യന്മാരെന്ന നിലയിൽ ഇതിന്റെ താഴെ കൂടി 100 കണക്കിന് കുട്ടികൾ ആലപ്പുഴ ബീച്ചിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടി പോകുന്ന ടൂറിസ്റ്റുകളടക്കം വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യുന്ന ഈ പ്രദേശത്താണ്. എന്ത് സുരക്ഷാ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് കടന്നു പോവുക? തീർച്ചയായിട്ടും ബന്ധപ്പെട്ട അധികാരികൾ വന്ന് പരിശോധന നടത്തണം, അതിന്റെ ക്വാളിറ്റി ഉറപ്പുവരുത്തണം. അല്ലാത്ത പക്ഷം ശക്തമായിട്ടുള്ള ജനകീയ സമര പ്രക്ഷോഭത്തിന് ഈ തീരത്ത് ഉണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് രാഷ്ട്രീയമില്ല. ഞങ്ങൾക്ക് വ്യത്യസ്തമായ രാഷ്ട്രീയമുള്ളവരാണെങ്കിൽ പോലും രാഷ്ട്രീയത്തിന് അതീതമായി ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. ജനസുരക്ഷ സംബന്ധിച്ച ആശങ്കയാണ് അവിടെയുള്ള സാധാരണക്കാർ പങ്കുവയ്ക്കുന്നത്. അതിൽ അടിസ്ഥാനമുണ്ട്. 4 ഗർഡറുകളാണ് അവിടെ തകർന്നിരിക്കുന്നത്. ഒരുപക്ഷെ അവിടെയൊന്നും ആരും ആ നേരത്തില്ലാത്തത് കൊണ്ട് മാത്രമാണ് വലിയ അപകടം ഒഴിവായിരിക്കുന്നത്. തലനാരിഴയ്ക്ക് തന്നെ അപകടം ഒഴിവായി എന്ന് പറയേണ്ടി വരും. ദേവൻ MP ആണ് അവിടെ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.